ചതിച്ചല്ലേണ്ട ഈശ്വര, ഇനിയിപ്പൊ ഇത് ആരെടുത്തോണ്ട് പോവാനാ? നമ്മൾ അറിയാതെ അത് ഇവിടുന്ന് പോകണമെങ്കിൽ അതിന് പിന്നിൽ അവള് തന്നെ ആയിരിക്കും. ആര്? ടീന. അവൾ ഇവിടുന്ന് യാത്ര പറഞ്ഞു പോകാൻ ഒരുങ്ങിയത് വെറും കൈയോടെ ആവില്ല. ഇവിടെ ഇനി എന്തൊക്കെ സംഭവിച്ചാലും പുറത്തിരിക്കുന്ന ലൂയിസ് ഇതൊന്നും അറിയാൻ പാടില്ല. ഇവിടുന്ന് അവളെ നമ്മളെ കബളിപ്പിച്ച് രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ഒന്നും രണ്ടുമല്ല, 50 ലക്ഷം രൂപയാ അവളുടെ കയ്യില്. വാ. ഞാൻ യാത്ര ചോദിക്കാൻ വേണ്ടി അങ്ങോട്ട് വരികയായിരുന്നു. ശ്രീകുട്ടി പറഞ്ഞില്ലേ, ഞാൻ പോവാ. നീ പൊയ്ക്കോ. നീ ഇവിടെ നിറങ്ങി എങ്ങോട്ട് പോയാലും ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. പക്ഷെ പോകുന്നതിന് മുമ്പ് ഇന്നലെ രാത്രി നീ ഞങ്ങളുടെ മുറിയിന്ന് ഞങ്ങളുടെ ഷെൽഫിൽ നിന്ന് എടുത്ത് ആ സൂട്ട് കേസ് ഇവിടെ തിരിച്ചു വെക്കണം. സ്യൂട്ട് കേസോ? ഏത് സൂട്ട് കേസ്? ഞാനൊന്നും എടുത്തിട്ടില്ല. മാറി, എനിക്ക് പോണം. ഇവിടുന്ന് നീ എങ്ങോട്ടും പോയില്ല. മര്യാദയ്ക്ക് ആ സൂട്ട് കേസ് താ. അതിൽ എത്ര രൂപയുണ്ടെന്നറിയോ? 50 ലക്ഷം രൂപയാ. 50 ലക്ഷം രൂപ. നിന്റെ ജീവനേക്കാൾ വിലയുണ്ടതിന്. താടി, ഇങ്ങ് തരാൻ. വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ നീ അത് എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് തന്നിട്ട് പോയി ടീന. അത് ഞങ്ങളുടെ ക്യാഷ് അല്ല. അതിന് ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? വീടന്നെ. നിന്നോട് പറഞ്ഞ അവിടെ നിക്കാൻ. നിക്കണേ അവിടെ. നില്ല. നിക്കണേ ഇവിടെ. എനിക്കിടി അങ്ങോട്ട്. നിന്നെ ഞാൻ ഒന്ന് കൊല്ലും. ഇനി തല്ലിയാലാണ് ചത്തുപോകും. ചാകട്ടെ നാശം. രൂപ 1-2 അല്ല, 50 ലക്ഷമായി ഇവളിവിടുന്ന് തട്ടിക്കൊണ്ട് കടന്നു കളഞ്ഞത്. നമ്മൾ ആരാണെന്ന് ഇവൾ അറിയണം. കൊല്ലും ഞാൻ നാശത്തിന്. ഇവിടെ തല്ലിക്കൊന്ന നമ്മുടെ പണം കിട്ടുവോ? ആദ്യം ഇവിടെ നിന്ന് കൊണ്ടുപോയ പണം എവിടെയെന്ന് ചോദിക്ക്. എന്നിട്ട് നീ തല്ലുകയോ കൊല്ലുകയോ എന്ത് വേണോ ആയിക്കോ. നീ ഇവിടുന്ന് തട്ടിക്കൊണ്ടുപോയ കാശ് എവിടെയടി? എവിടെ കൊണ്ട് ഒളിപ്പിച്ചടി? ജീവൻ വേണമെങ്കിൽ പറയടി. പറയടി, പറയാൻ. എനിക്കറിയില്ല, ഞാൻ എടുത്തിട്ടില്ല. കൊള്ളം പറയുന്നോടി നായ. കൊന്നാണേ നിന്നെ ഞാൻ. എനിക്കറിയില്ല. ഇനി അഥവാ എനിക്കത് അറിയാമെങ്കിൽ തന്നെ ഞാൻ പറയില്ല. നിങ്ങളൊക്കെ എന്നെ കളിപ്പിച്ച് കുറെ പണം വാങ്ങിയില്ലേ? അതിന്റെ പകരമായിട്ട് പലിശയും ചേർത്ത് ഞാനങ്ങ് എടുത്തു എന്ന് കരുതിയാ മതി. നിന്റെ കാശ്? ഏത് കാശ്? പലിശയും ചേർത്ത് തരാടി നിനക്ക്. പലിശ മാത്രമല്ല, കൂട്ടു പലിശയും ചേർത്ത് വെച്ചോടി. മാഡം വിളിക്കുന്നു. എന്തു പറയണം? ഇപ്പൊ ഫോൺ എടുക്കണ്ട. മാഡത്തിന് ഏതായാലും നമ്മൾ കാശ് കൊടുത്തല്ലേ പറ്റൂ. അതുവരെ ഇവള് പറഞ്ഞില്ലെങ്കിൽ മാഡത്തിന് ഇവളുടെ ശവം കെട്ടി പൊതിഞ്ഞോട് കൊടുക്കാം. കൊല്ലും ഞാൻ നാശത്തിന്. പറയടി, എവിടെ പറയടി. ഞാൻ പറയില്ല. പറയില്ലേ? നീ പറയും. നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കൂടി.